വൈദ്യുതി ബില്ലടയ്ക്കാൻ കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാനെത്തിയ ലൈൻമാൻ കണ്ടത് മീറ്ററിനടുത്തൊരു അപേക്ഷയും 500 രൂപയും. ഈ കുറിപ്പിന്ന് കേരളക്കരയാകെ വൈറലായതോടെ നിരവധി പേർ സഹായ വാഗ്ദാനം നൽകിയും രംഗത്തെത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട കോഴഞ്ചേരി വൈദ്യുതി സെക്ഷന്റെ പരിധിയിലായിരുന്നു സംഭവം. ഓഫീസ് ഉത്തരവ് പ്രകാരം കുടിശ്ശികയുള്ള വൈദ്യുതി കണക്ഷനുകൾ വിച്ഛേദിക്കാനിറങ്ങിയതാണ് ലൈൻമാൻ ബിനീഷ്. ചെറുകോൽ പഞ്ചായത്തിലെ തറഭാഗം അരീക്ക ഭാഗത്ത് നിർധനരായ വീട്ടിലാണ് അപേക്ഷയും പണവും മീറ്ററിനടുത്തായി വെച്ചിരുന്നത്. സാർ, ഫ്യൂസ് ഊരരുത്, പൈസ ഇവിടെ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ സ്കൂളിൽ പോകുക സാർ എന്നെഴുതിയ കുറിപ്പായിരുന്നു കണ്ടെത്തിയത്. തൊട്ടടുത്ത് കുറിപ്പിനടുത്ത് എഴുതിയിരുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് മക്കളാണ് അപേക്ഷ എഴുതിയതെന്നും പണം എടുത്തോളാനും ഗൃഹനാഥൻ പറഞ്ഞു. 461 രൂപയായിരുന്നു കുടുംബത്തിന്റെ കുടിശ്ശിക. സാമ്പത്തിക പരാധീനത മൂലം മിക്കവാറും മാസങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കുന്ന വീടാണിത്. 2-3 ദിവസം ഇരുട്ടത്തിരിക്കുന്ന അച്ഛനും മക്കളും എവിടെ നിന്നെങ്കിലും കടം വാങ്ങി പണമടച്ചാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചിരുന്നത്. വേദനയോടെയാണ് ഈ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കേണ്ടി വരുന്നതെന്ന് കോഴഞ്ചേരി സെക്ഷനിലെ ലൈൻമാൻമാർ പറയുന്നു. തയ്യൽക്കടയിലെ ജീവനക്കാരനാണ് പിതാവ്. ഇദ്ദേഹത്തിന്റെ 7ാം ക്ലാസ്സിലും +1ലും പഠിക്കുന്ന പെൺകുട്ടികളാണ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അപേക്ഷ എഴുതി മീറ്ററിന് സമീപം ഒട്ടിച്ചത്. പല മാസങ്ങളിലും സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ വൈദ്യുതി ഇല്ലാതെ ഇരുട്ടത്ത് കഴിയേണ്ടി വന്നതിനാലാണ് അപേക്ഷ എഴുതിയതെന്ന് കുട്ടികൾ പറഞ്ഞു. തയ്യൽക്കടയിൽ നിന്ന് അച്ഛന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ആഹാരവും മക്കളുടെ പഠനവും മുന്നോട്ടു പോകുന്നത്. ഈ കത്ത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുകയും മാധ്യമങ്ങളിലടക്കം വാർത്തയുമായതോടെ നിരവധി പേർ സഹായ വാഗ്ദാനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്.